ഇതൊന്ന് കണ്ടു നോക്കൂ. ഒരു ഉഗ്രൻ സാധനമാണ് കേട്ടോ. ആപ്പിൾ പപ്പയ ക്രംബിൾ. ഒരു 2 വലിയ ആപ്പിളും ഒരു ചെറിയ പപ്പയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. ശരിക്കും റുബാബ് എന്ന് പറഞ്ഞ ഒരു ചെടിയുടെ ഇലയുടെ തണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് റുബാബ് ക്രംബിൾ ഉഗ്രൻ. പക്ഷേ റുബാബ് ഇവിടെ കിട്ടുകയില്ല. ഇനി നമുക്ക് പഞ്ചസാര കുറേ കരമലൈസ് ചെയ്യണം. 1 കപ്പ് പഞ്ചസാര ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അതിന് മുകളിൽ നമുക്ക് 1 സ്പൂൺ വനില എസൻസും 2 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണയും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ വിട്ട് 1/2 സ്പൂൺ സീ സോൾട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ്, കട്ട് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലിടുക. ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇളക്കി അത് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ ചെറു തീയിൽ വേണം സിമ്മർ ചെയ്യിച്ചിട്ട്, ഫ്രൂട്ട്സ് അല്ലേ ചെറു തീയിൽ സിമ്മർ ചെയ്തിട്ട് 1/2 സ്പൂൺ ജാതിക്കാപ്പൊടിയും 1 സ്പൂൺ കറുവാപ്പട്ടപ്പൊടിയും കുറച്ച് ഓട്സ് അത് തിക്കാൻ വേണ്ടിയാണ്. ഇനിയും വേണ്ടത് നമുക്ക് ഇത് സിമ്മർ ചെയ്യുമ്പോൾ നമുക്ക് ക്രംസ് ഉണ്ടാക്കണം. ആ ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ 1 കപ്പ് ഓട്സ് എടുക്കുക. 1 കപ്പ് ഓട്സിൻ്റെ കൂടെ ഞാനൊരു 1/2 കപ്പ് റൈസ് പൗഡർ ഇടുക. ഇത് ഗോതമ്പ് പൊടിക്ക് പകരമാണ്. ഇത് ഗ്ലൂട്ടൻ ഫ്രീ ഹെൽത്തി ഓപ്ഷന് വേണ്ടി ഗ്ലൂട്ടൻ ഫ്രീ ആകാൻ വേണ്ടി അരിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ 1/4 കപ്പ് പഞ്ചസാരയും 1 സ്പൂൺ കറുവപ്പട്ടപ്പൊടിയും 3 ടേബിൾ സ്പൂൺ തേങ്ങ എണ്ണയും കൊണ്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഈ നമ്മുടെ ഫ്രൂട്ട് മിക്സിൻ്റെ മുകളിൽ വെക്കണം. ഈ സമയത്ത് ഒരു അവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. എന്നിട്ടൊരു ബേക്കിംഗ് ട്രേയിൽ നമ്മൾ ഈ ഫ്രൂട്ട്സ് ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. ആ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കൈകൊണ്ട് മിക്സ് ചെയ്ത് ശരിയാക്കിയ ക്രംസ് വിതറുക. നന്നായിട്ട് കവർ ചെയ്തിട്ട് അത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് വെക്കുക. അപ്പം അവനിലേക്ക് വെച്ചൊരു 25-30 മിനിറ്റ് 200 ഡിഗ്രി ഹീറ്റിൽ വെച്ച് കഴിയുമ്പോൾ ഈ ക്രംസൊക്കെ ഒന്ന് ബ്രൗൺ ആവും. ഈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തിളച്ച് പൊങ്ങാൻ തുടങ്ങും. അപ്പം എടുത്തിട്ട് ഐസ്ക്രീം ഇട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. വളരെ നല്ലൊരു സാധനമാണ്. തീർച്ചയായിട്ടും ചെയ്തു നോക്കൂ.